റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രിട്ടനിൽ വാടക ചെലവുകൾ നിയന്ത്രണം വിട്ട അവസ്ഥയിലാണെന്ന് റെന്റേഴ്സ് റീഫോം കൊളീഷൻ മുന്നറിയിപ്പ് നൽകി. വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വരുമാനത്തിന്റെ ശരാശരി 44% വരെ വാടകയ്ക്കായി ചെലവാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ കയറ്റം മോർഗേജ് എടുത്ത് സ്വന്തമായി വീട് വാങ്ങുന്നതാണ് കൂടുതൽ ലാഭകരമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. പുതിയ ഡാറ്റ പ്രകാരം വാടക നിരക്കുകൾ പുതിയ റെക്കോർഡ് ഉയരം കീഴടക്കിയതായി വ്യക്തമാക്കുന്നു. ലണ്ടനിൽ വാടകയ്ക്ക് നൽകുവാനായി പരസ്യപ്പെടുത്തിയ വീടുകളുടെ ശരാശരി നിരക്ക് 2736 പൗണ്ടാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.6% വർധനം. ലണ്ടനിൽ പുറത്തുള്ള വീടുകൾക്ക് ശരാശരി വാടക 1385 പൗണ്ടാണ്. 3.1% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2020 ശേഷം ഏറ്റവും കുറഞ്ഞ വാർഷിക വർധനവാണിത്. ക്വാർട്ടർ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ നിന്ന് പുറത്തുള്ള വാടക 20 പൗണ്ടിന്റെ വർധനവ് ഉയർന്നതോടെ താമസക്കാർക്ക് സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ജാഗ്വർ ലാൻഡ് റോവറിന് നേരെയുണ്ടായ വലിയ സൈബർ ആക്രമണം ബ്രിട്ടൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയായി. ഏകദേശം $2.55 ബില്യൺ സാമ്പത്തിക നഷ്ടമാണ് ഈ ഒറ്റപ്പെട്ട സംഭവത്തിൽ രാജ്യത്തിന് സംഭവിച്ചതെന്ന് സൈബർ മോണിറ്ററിംഗ് സെന്റർ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തെ തുടർന്ന് JLRന് ഉൽപാദനം ഏകദേശം 6 ആഴ്ചത്തേക്ക് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നു. ഉൽപാദനം നിർത്തിയോടെ ആയിരക്കണക്കിന് വിതരണക്കാരും ഡീലർഷിപ്പുകാരും പ്രതിസന്ധിയിലായി. ഓരോ ആഴ്ചയിലും ഏകദേശം 50 ദശലക്ഷം പൗണ്ടിന്റെ നഷ്ടമാണ് കമ്പനി നേരിട്ടത്. ബ്രിട്ടീഷ് ബഹുരാഷ്ട്ര റീറ്റെയിൽ ഭീമൻ മാർക്സ് ആൻഡ് സ്പെൻസറുമായി ബന്ധപ്പെട്ട $1 ബില്യൺ കരാർ അവസാനിപ്പിച്ചെന്ന UK മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തള്ളി ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഈ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് കമ്പനി വ്യക്തമാക്കി. സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതിനെ തുടർന്ന് M&S TCSുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചുവെന്നായിരുന്നു UK മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും റിപ്പോർട്ടിൽ നിരവധി തെറ്റായ വിവരങ്ങളുണ്ടെന്നും TCS സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നൽകിയ വിവരത്തിൽ വ്യക്തമാക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂലമറ്റം പവർ ഹൌസ് 1 മാസത്തേക്ക് അടയ്ക്കുന്നു. നവംബർ 11 മുതലാണ് സമ്പൂർണ്ണ ഷട്ട്ഡൌൺ. മൂലമറ്റം വൈദ്യുതി നിലയത്തിന്റെ 5-6 ജനറേറ്ററുകളിലും സീലുകൾ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനം പൂർണ്ണമായും നിർത്തുന്നത്. മൂലമറ്റം പവർ ഹൌസ് അടയ്ക്കുന്നതോടെ സംസ്ഥാനത്ത് ഒരു ദിവസം 780 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടാകും. താൽക്കാലികമാണെങ്കിലും മൂലമറ്റം പവർ ഹൌസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കുന്നതോടെ മഴ തുടർന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുവാനും സാധ്യതയുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ 80% വെള്ളമുണ്ട്. ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനലിന് മുന്നിൽ ബസ്സിന് തീപിടിച്ചു. എയർ ഇന്ത്യ വിമാനത്തിന് മീറ്ററുകൾ മാത്രം അകലെ വെച്ചായിരുന്നു തീപിടുത്തം. ഗ്രൗണ്ട് സർവീസ് കൈകാര്യം ചെയ്യുന്ന എയർ ഇന്ത്യ സ്റ്റാസിനു കീഴിലുള്ള ബസ്സിനാണ് തീപിടിച്ചത്. സംഭവ സമയത്ത് ബസ്സിൽ യാത്രക്കാരില്ലായിരുന്നുവെന്നാണ് വിവരം. ഇന്ന് ഉച്ചയോടുണ്ടായ അപകടത്തിൽ ആളപായം ഇല്ല. ഡൽഹിയിൽ വീണ്ടും വാഹന നിയന്ത്രണം. സംസ്ഥാനത്ത് പൊതുവെ രജിസ്റ്റർ ചെയ്തതും BS6 നിലവാരത്തിന് താഴെയായതുമായ വാഹനങ്ങൾക്ക് നവംബർ 1 മുതൽ ഡൽഹിയിലേക്ക് പ്രവേശനം നൽകില്ല. ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണങ്ങൾ. സംസ്ഥാനത്ത് വായു മലിനീകരണം ഉയരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചരക്ക് വാഹനങ്ങൾ, BS6 പാലിക്കുന്ന ഡീസൽ വാഹനങ്ങൾ, CNG, LNG അല്ലെങ്കിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നവയുടെ പ്രവേശനത്തിന് നിയന്ത്രണങ്ങളില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലാണ് മണ്ണിടിഞ്ഞത്. പള്ളിവാസൽ മൂലക്കടയിലാണ് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ഭാഗത്തേക്ക് പതിച്ചത്. ഇന്നലെ രാത്രി 10:00 അപകടം നടന്നതെന്നാണ് വിവരം. ഇനി കായിക വാർത്തകൾ. മുഹമ്മദ് ഷമിയുടെ 5 വിക്കറ്റ് പ്രകടനത്തിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗുജറാത്തിനെ വീഴ്ത്തി ബംഗാൾ. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 141 റൺസിനാണ് ബംഗാളിന്റെ വിജയം. സീസണിൽ ബംഗാളിന്റെ തുടർച്ചയായ 2ാം വിജയമാണിത്. ആദ്യ ഇന്നിംഗ്സിൽ 44 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തിയ ഷമി 2ാം ഇന്നിംഗ്സിൽ 38 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 5 വിക്കറ്റ് വീഴ്ത്തിയത്. ഇതോടെ മത്സരത്തിലാകെ ഷമിയുടെ വിക്കറ്റ് നേട്ടം 8 ഉത്തരാഖണ്ഡിനെതിരായ ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റ് വീഴ്ത്തിയ ഷമിയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.40 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.